Very good evening to all of you. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഹരിദാസ് ആണ്. ഞാൻ ബേസിക്കലി ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. കമ്പ്യൂട്ടർ ഫീൽഡിൽ കഴിഞ്ഞ ഒരു 35 വർഷക്കാലത്തെ വിവിധ മേഖലയിൽ ടെക്നോളജിയായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. കഴിഞ്ഞ 25 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കമ്പനിയെയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. സേവ് ആപ്പ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കൂടി എല്ലാ ലോകത്തെ ജനങ്ങളിലേക്കും ഇതെത്തിക്കാൻ വേണ്ടി ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ലൈഫ് ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് ഞാൻ ഇവിടെ ഈ നിമിഷം ഞാൻ അവകാശപ്പെടുന്നു. ഈ അവകാശം നിങ്ങളിലേക്ക് കൂടി എത്തിച്ചേർക്കാൻ ഈ മീറ്റിംഗ് സഹായിക്കുമെന്ന് പരിപൂർണമായും വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രാമചന്ദ്രൻ സാറിനെ കഴിഞ്ഞ ദിവസം JC ഇന്റർനാഷണൽ, ജൂനിയർ ക്ലബ് ഇന്റർനാഷണൽ, ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, ബിസിനസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ സക്സസ് കേരള എന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്വൈസറി ബോർഡ്, അല്ലെങ്കിൽ അഡ്വൈസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഓർഗനൈസേഷനും കൂടി സംരംഭമായി ചേർന്ന് ഈ കഴിഞ്ഞ ദിവസം, അതായത് എക്സാക്ട്ലി സാറ്റർഡേ, ശ്രീമതി ചിഞ്ചു റാണി മാഡം, മിനിസ്റ്ററാണ്, അഗ്രികൾച്ചർ മിനിസ്റ്റർ, അവരുടെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ രാമചന്ദ്രൻ ഈ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ MD ആയ ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ ഇവിടെ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു ആമുഖവും ഞാൻ പറയാതെ തന്നെ അതിന്റെ ഐഡന്റിഫയർ, അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചർ തന്നെ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രാമർ തന്നെ വ്യക്തമാക്കി തരുമ്പോൾ എന്തിനൊരു ആമുഖം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിന് വേണ്ടി ശ്രീ രാമചന്ദ്രൻ സർ, please welcome and give us this opportunity to understand the program, and please welcome. Thank you. Okay, thank you Harisha. Okay, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 25 വർഷമായി എനിക്ക് സോഫ്റ്റ്വെയർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. 24 വർഷമായിട്ട് എൻ്റെ സ്വന്തം സ്ഥാപനം സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. തൃശ്ശൂർ അശ്വിനി ജംഗ്ഷനിലാണ് ഞങ്ങളുടെ ഓപ്പറേഷൻസും ഓഫീസും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലുമായി നല്ലൊരു ക്ലയന്റ് ബേസ് ഉള്ള ഒരു സ്ഥാപനമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷന്റെ, ഈ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് ഇന്റഗ്ര ERP എന്നുള്ള പ്രോഡക്റ്റ്. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മേഖലയില്, GST, VAT ആൻഡ് ടാക്സേഷൻ മേഖലയില് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത ബ്രാൻഡാണ് ഇന്റഗ്ര ERP സൊല്യൂഷൻ. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ഒരു സ്ഥാപനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ആപ്ലിക്കേഷനാണ് ERP സൊല്യൂഷൻ.
റീറ്റെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പ്രോജക്ട് ആൻഡ് സർവീസ് മേഖലയിൽ സെഗ്മെന്റുകളിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്റഗ്രേ ERP. ഇത് ഞങ്ങളുടെ ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ ആണ്. ഇതിന് പുറമെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു 13ഓളം ബിസിനസ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് കൂടാതെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളും സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകളും ചെയ്തു കൊടുക്കാറുണ്ട്. മൊബൈൽ ആപ്പുകളും ഡെവലപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. ഈ സ്ഥാപനത്തിന്റെ ഒരു പുതിയ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്, സേവ് മൈ പേഴ്സണൽ ആപ്പ്. ഇത് പെർഫെക്റ്റ്ലി ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വൽസിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് വേണോ അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ആണ് ഈ സേവ് ആപ്പ്. ഓക്കെ, ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് കറന്റ്ലി. ഇതിന്റെ iOS വേർഷൻ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. വിത്തിൻ 2 months ഇതിന്റെ iOS വേർഷൻ കൂടി റിലീസ് ചെയ്യും. ഇപ്പോ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. എന്തിനാണ് ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ആപ്പ്, എന്താണ് അതിന്റെ ക്ലയന്റ് ബേസ്, ഇതെല്ലാം വളരെ വ്യക്തമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ള, വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രസന്റേഷനാണ് ഇത്. അതുകൊണ്ട് ഈ ആപ്പിനെ കുറിച്ച് മുന്നേ പറയാം. ഈ ആപ്പിന് ഒരു മോട്ടോ, ഒരു ഫോക്കസ് ഉള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം. എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. പക്ഷെ 90% വ്യക്തികൾക്കും ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ പറ്റാറില്ല. എന്തുകൊണ്ടെന്നാല് ആ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് വളരെ മാനേജ് ചെയ്യാൻ നമുക്കൊരു എഡ്യൂക്കേഷനോ അതല്ലെങ്കിൽ ഒരു ടൂളോ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, ഇങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിനും, ഹലോ കേൾക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ കറണ്ട് പെട്ടെന്ന് പോയി, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമില്ല, UPSC വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇതിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനം എങ്ങനെ ചെലവായി എന്ന് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം നമുക്കൊരു സേവിംഗ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒരു അഡീഷണൽ ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ സേവ് ആപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അസറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനും പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും എല്ലാ മേഖലകളും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരു ഡിവൈസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇന്ന് നമ്മുടെ കമ്പനിയിലാണ് നമ്മുടെ മൊബൈൽ ഫോൺ. എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാരും 90% അതിന്റെ യൂട്ടിലിറ്റി എന്റർടൈൻമെന്റും 10% കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആണ്. ഈ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഈ ഡിവൈസിനെ എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, നമ്മുടെ ലൈഫ് യൂസ്ഡ് ആക്കുന്നതിനും നമ്മൾക്ക് വേണ്ട വരുമാനം സൃഷ്ടിക്കുന്നതിനും ഈ ഡിവൈസിനെ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ ആപ്പില് ഒരു ഫിനാൻഷ്യൽ ഫോക്കസോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ സേവ് ആപ്പിന് 2 ഫോക്കസ് ഉണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ മണി മാനേജ് ചെയ്യുന്നതിനും നമ്മുടെ ലൈഫ് കുറേം കൂടി ഈസി ആക്കുന്നതിനും ഒരു ഇൻഫർമേഷൻ, നമ്മളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ സ്കേറ്റേഡ് ആയിട്ട് കിടക്കുന്ന കുറെ ഇൻഫർമേഷൻ ഒരു സിംഗിൾ ആപ്ലിക്കേഷന് കൊടുന്ന് നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നതിനും സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു അഡീഷണൽ റവന്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനും അതിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിനും ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സേവ് ആപ്പിൽ ഒരു 14ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഒരു അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു അക്കൗണ്ടിങ് എന്നുള്ള ടെർമിനോളജി ഉണ്ട്. ടെർമിനോളജിയിൽ നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ്. നമ്മുടെ എക്സ്പെൻസുകൾ മോണിറ്റർ ചെയ്യുന്നതിനും സ്പെൻഡിങ് നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ഒരു സേവിംഗ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ അക്കൗണ്ടിങ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അതിനോടൊപ്പം തന്നെ ഒരു സ്പെൻഡിങ് നേച്ചർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെൻസ് കൺട്രോൾ സിസ്റ്റം കൂടി, അതായത് എക്സ്പെൻസ് മാനേജ്മെന്റും അതുപോലെ മണി മാനേജ്മെന്റും മണി കൺട്രോളും ഈ ആപ്പിൽ തരുന്നുണ്ട്. മണി കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റും വാലറ്റ് എന്നീ 2 ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ മണി മാനേജ്മെന്റ് മണി കൺട്രോളും ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സ് ആണ്. ഇതാണ് ഇതിന്റെ മെയിൻ ഫോക്കസ്. അതിനോടൊപ്പം തന്നെ ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിലുള്ളതല്ല, ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷനോ അതേമാതിരി ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടല്ല, വളരെ പേഴ്സണലൈസ് ചെയ്ത സർവീസ് കൊടുക്കുന്ന, ഫോർ എക്സാമ്പിൾ ഒരു പ്ലംബർ, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, അങ്ങനെ വളരെ പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ക്യാഷും ബാങ്ക് ബാലൻസ്, ക്രെഡിറ്റ് കാർഡ് ബാലൻസും ഒക്കെ നമുക്ക് ഇൻസ്റ്റന്റ് അറിയാം. നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാതെ തന്നെ അതിന്റെ ബാലൻസുകൾ അറിയാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് പോയാൽ മതി. ഓക്കെ, ഇത് മണി മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഇതിന് പുറമെ ഒരു ടാസ്ക് മാനേജ്മെന്റ് ഉണ്ട്. നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളോടും സമൂഹത്തോടും ചെയ്യുന്ന കമ്മിറ്റ്മെന്റുകൾ സമയാസമയം ഓർമ്മിപ്പിക്കുന്നതിനും ഒരു പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ടാസ്ക് മാനേജ്മെന്റ് നമ്മളെ സഹായിക്കും. ഇതിനോടൊപ്പം നമ്മുടെ തോട്ട്സും നമ്മുടെ എക്സ്പീരിയൻസും റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു ഡിജിറ്റൽ ഡയറി ഈ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനും ഏത് ഭാഷയിലും ഡയറി നമുക്ക് ഡിജിറ്റൽ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഡയറി എന്നുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പുറമെ നമ്മുടെ അസറ്റുകൾ, പേഴ്സണൽ അസറ്റുകൾ, അതായത് നമ്മുടെ വീട്, കാറ്, ബൈക്ക്, TV, കമ്പ്യൂട്ടർ, എന്തൊക്കെ നമുക്ക് പേഴ്സണൽ അസറ്റുകൾ ഉണ്ടോ ആ അസറ്റുകളും നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാം. അസറ്റിന്റെ വാല്യുവേഷനും അസറ്റിന്റെ ഡേറ്റുകളും അതിന്റെ ഒരു നെറ്റ് വർത്ത് അനലൈസ് ചെയ്യുന്നതിന്, നമുക്ക് എത്ര നെറ്റ് വർത്ത് ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതിനും ഈ അസറ്റ് മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലയബിലിറ്റി ഉണ്ടാവാം, കാർ ഉണ്ടെങ്കിൽ കാർ ലോൺ ഉണ്ടാവാം, വീടുണ്ടെങ്കിൽ ഹൗസ് ലോൺ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഈ അത്തരം ലോണുകൾ മാനേജ് ചെയ്യുന്നതിന് അതിന്റെ ഡേറ്റ്, അതിന്റെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് എന്താണ്, എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, പെൻഡിങ് ഉണ്ട്, എത്ര ലോൺ ബാലൻസ് ഉണ്ട് എന്നെല്ലാം അറിയുന്നതിന് നമുക്ക് ലയബിലിറ്റി മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് ഏതൊക്കെ പ്രീമിയം ഏതൊക്കെ ഡേറ്റിൽ അടയ്ക്കണം, എന്താണ് അതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഇൻഷുറൻസ് മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. RD ഉണ്ടാവും, ചിട്ടി ഉണ്ടാവും, FD ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിന്റെ ഡേറ്റുകൾ, അതിന്റെ വാല്യൂ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അസറ്റും ലയബിലിറ്റിയും ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ നെറ്റ് വെർത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സെൽഫായിട്ട് റിയലൈസ് ചെയ്യാനും പറ്റും. നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂട്ടാനും പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഈ ഫീച്ചേഴ്സ് സഹായിക്കും. ഇതിന് പുറമെ നമ്മളെല്ലാവരും വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഒരു വിസിറ്റിംഗ് കാർഡ്, ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഇതിൽ കൂടെ ഷെയർ ചെയ്യാം. ഈ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ഈ വിസിറ്റിംഗ് കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനെല്ലാം പുറമെ ഒരു പാസ്വേഡ് മാനേജർ. ഇന്നൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് 100 കണക്കിന് പാസ്വേഡുകൾ ഉണ്ട്. ആ പാസ്വേഡുകൾ നമ്മൾ എക്സൽ ഷീറ്റിലോ ഡയറിയിലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നമുക്ക് ഈ ആപ്പിലും അതിനൊരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഡാറ്റകളും നമുക്ക് ഒരു സിംഗിൾ ആപ്പിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്യാവശ്യമുള്ള ഡോക്യുമെന്റുകൾ, ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ്, ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഇത്യാദി ഡോക്യുമെന്റുകൾ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരുന്നതാണ്. ഇന്ന് നമ്മളെല്ലാവരും ഗാലറിയിൽ പോയി തപ്പും, അതല്ലെങ്കിൽ വേറെ ഫോൾഡറിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റുകൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഈ ആപ്പിലും നമുക്കൊരു ഡോക്യുമെന്റ് മാനേജർ ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ടോട്ടാലിറ്റിയിൽ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻസ് മാനേജ്മെന്റും മണി മാനേജ്മെന്റും അതിനൊപ്പം തന്നെ മറ്റുള്ള നമ്മുടെ ഡെയിലി റൂട്ടീൻ ഈസി ആക്കാൻ പറ്റുന്ന
കുറെ ഫീച്ചേഴ്സും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇത് ടോട്ടാലിറ്റിയിൽ സേവ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മണി സേവ് ചെയ്യുന്നതിനും ടൈം സേവ് ചെയ്യുന്നതിനും നമ്മുടെ ബിലോങ്ങിങ്സ്, നമ്മുടെ അസറ്റുകൾ, ലയബിലിറ്റി, ഇതെല്ലാം നമ്മുടെ ബിലോങ്ങിങ്സ് ആണ്, അത് മാനേജ് ചെയ്യുന്നതിനും അതുപോലെ റിലേഷൻ സേവ് ചെയ്യുന്നതിനും നമ്മുടെ തോട്ട്സ്, എക്സ്പീരിയൻസ് ഇതെല്ലാം സേവ് ചെയ്യുന്നതിനും ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും നമുക്ക്, അതായത് ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതിനും ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ആപ്പ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ സെക്യൂരിറ്റി എല്ലാവരുടെയും കൺസേൺ ആണ്. ഈ ആപ്പിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഡുവൽ പാസ്വേഡ് ഉണ്ട്, ഒരു പാസ്വേഡ് ഉണ്ട്, ഒരു പിന്നും സെറ്റ് ചെയ്യാൻ. ഡുവൽ സെക്യൂരിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ ഡാറ്റ അതാത് ഡിവൈസിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇതൊരു വളരെ പേഴ്സണലൈസ് ചെയ്ത ഡാറ്റകളാണ്, വളരെ കോൺഫിഡൻഷ്യൽ ഡാറ്റകളാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് അവരവരുടെ ഡിവൈസിൽ തന്നെയാണ് അതിന്റെ ഡാറ്റ ഉള്ളത്. അതിന്റെ ഡാറ്റ ബാക്കപ്പ് എടുക്കാനും റീസ്റ്റോർ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഡാറ്റ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് സിങ്ക് ചെയ്ത് വെക്കാം. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിട്ടോ തേർഡ് പാർട്ടി സെർവർ ആയിട്ടോ കമ്പനിയുടെ സെർവർ ആയിട്ടോ ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നില്ല. അവരവരുടെ ഡാറ്റ അവരവരുടെ മൊബൈൽ തന്നെ അവൈലബിൾ ആണ്. അതാണ് അതിന്റെ മാക്സിമം സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഈ സേവ് ആപ്പ് എന്നുള്ളത് ഒരു വൺ ടൈം ആക്ടിവേഷൻ ചാർജ് ആണ് കമ്പനി ചാർജ് ചെയ്യുന്നത്. ഒരു 3000+ GST ആണ് അതിന്റെ MRP. ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ കൊമേഴ്ഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു പ്രീ ലോഞ്ച് സെക്ഷൻ ആണ് ഇപ്പൊ നടന്നിരിക്കുന്നത്, ലോഞ്ചിങ് ആണ്. ഈ പ്രീ ലോഞ്ചില് നമ്മൾ ഒരു 1000 രൂപ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് കമ്പനി 1999 രൂപ പ്ലസ് GST ആണ് കുറച്ച് ദിവസത്തേക്ക് ഇതിന്റെ ഒരു പ്രൈസിങ്. ഈ പ്രീ ലോഞ്ചിന് ശേഷം 2,999 ആയിരിക്കും അതിന്റെ കോസ്റ്റ് പ്ലസ് GST ആണ്. ഓക്കെ, ഒരു ആപ്പ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ്, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യേണ്ടതാണ്. അത് ആപ്പ് ഡെവലപ്മെന്റ് സ്റ്റേജിലും മാർക്കറ്റിംഗ് സ്റ്റേജിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ സ്റ്റഡി നമ്മൾ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് ആപ്പുകൾ കാണാം. മണി മാനേജ്മെന്റ് ആപ്പ്, അതുപോലെ പാസ്വേഡ് മാനേജ്മെന്റ് ആപ്പ്, പലതരത്തിലുള്ള ആപ്പുകൾ കാണാം. നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാം. ഒരു സ്പെൻഡി, നല്ല റാങ്കിങ് ഉള്ള കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് സ്പെൻഡി എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. ഇതിന്റെ ഒരു വൺ ടൈം കോസ്റ്റ് 8700 രൂപയാണ് വരുന്നത്. ഇതൊരു മണി മാനേജ്മെന്റ് മാത്രമാണ്. അതായത് നമ്മുടെ ഒരു ടോട്ടൽ പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ആ പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനിലെ ഒരു ഫീച്ചർ മാത്രമാണ് മണി മാനേജ്മെന്റ്. ഈ ഒരു ആപ്പിന് സ്പെൻഡ് ചെയ്യുന്നുള്ള 8700 രൂപയാണ്. അതുപോലെ വാലറ്റ്, ഒരു എക്സ്പെൻസ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു വാലറ്റ് സിസ്റ്റം ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. ഇത് നമുക്ക് വരുന്നത് 1500 രൂപയാണ്. ഇങ്ങനെ മന്ത്ലി ആയിട്ടും ഇയർലി ആയിട്ടും പല റേറ്റിലും പല പ്ലാനുകളും പല ആപ്പുകളും അവൈലബിൾ ആണ്. ഒരു പേഴ്സണൽ ആപ്പ് മാനേജ്മെന്റ് ആപ്പ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ഏരിയകളും സ്പർശിക്കുന്ന ഒരു ആപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രൈസിങ് ഒരു 2000 എന്നുള്ളത് വളരെ നോമിനലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ലോ കോസ്റ്റ് പ്രൈസ് വെച്ചിരിക്കുന്നത് ഒരു ആപ്പിന്, ഇത്രയും യൂട്ടിലിറ്റി ഉള്ള ആപ്പിന്? അതും മാർക്കറ്റ് പ്രൈസ് ഒരു 10,000 എബോവ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിന് 2000 വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും ഒരു കൺസേണും ഒരു ചോദ്യമാണിത്. ഒരു മണി മാനേജ്മെന്റ്, ഇതൊരു ടോട്ടാലിറ്റിയിൽ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ടോട്ടാലിറ്റിയിൽ എടുക്കുമ്പോൾ അതൊരു അക്കൗണ്ടബിലിറ്റി ആപ്പാണ്. നമ്മൾ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതിന് ആപ്പാണ്. ഈ അക്കൗണ്ടബിലിറ്റി ഒരു ക്രീമി ലൈനിൽ നിൽക്കുന്ന ഒരു 10% ആൾക്കാർക്ക് മാത്രമല്ല, അതായത് ഒരു ഹൈ ക്ലാസ് സൊസൈറ്റിക്ക് മാത്രം അല്ല അക്കൗണ്ടബിലിറ്റി വേണ്ടത്. സമൂഹത്തിലെ 90% ആൾക്കാർക്കും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈസിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ പ്രൈസിങ് ആണ് 2000 എന്നുള്ളത്. അതായത് ഏത് കോമൺ മാനും ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതാണ് 2000 എന്നുള്ളത്. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 90% ആൾക്കാരും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിലേക്കാണ് ഈ പ്രൊഡക്റ്റ് ഇറങ്ങി പോകുന്നത്. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ്. ഓക്കെ, ഈ ആപ്പിന് ഒരു സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഉണ്ട്. എന്താണ് സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ടോട്ടലി ഒരു അക്കൗണ്ടബിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളും
അവരവരുടെ ഫിനാൻസ് മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളും അതിൽ മാനേജ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന സ്വസ്ഥതയും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സ്വസ്ഥതയും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും, ഒരു എഫക്റ്റ് ആയിട്ട് വരും. അതിനോടൊപ്പം തന്നെ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ സാധാരണ ആപ്പുകൾ മാർക്കറ്റ് ചെയ്യാറുള്ളത് ഗൂഗിൾ ബേസ്ഡോ ഫേസ്ബുക്ക് ത്രൂവോ അതല്ലെങ്കിൽ മീഡിയ ത്രൂ ഒക്കെയാണ്. പല ആപ്പുകളുടെയും പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ടും മീഡിയകളിൽ പരസ്യം ചെയ്തുകൊണ്ടും സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും പരസ്യം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു 70% എമൗണ്ടും അതല്ലെങ്കിൽ അതിന്റെ റവന്യൂ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. നോട്ട് 70 എക്സാക്ട് ഇല്ല, ഞാനൊരു അപ്രോക്സിമേഷൻ പറഞ്ഞതാണ്. അതായത് നല്ലൊരു ലൈൻ പോർഷൻ നമ്മൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് വരുന്നത്. ആ കോസ്റ്റ് ഈ ആപ്പിനെ സംബന്ധിച്ച് ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്പ് ആയതുകൊണ്ട്, എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള ആപ്പ് ആയതുകൊണ്ട് ഇത് നമുക്കൊരു തിരിച്ച് കസ്റ്റമറിലേക്ക് തന്നെ റൂട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ. അതുകൊണ്ട് ആ കോസ്റ്റ് തിരിച്ച് കസ്റ്റമറിലേക്ക് തന്നെ മാറുന്നത് കൊണ്ട് നല്ലൊരു ശതമാനം കമ്പനിയുടെ റവന്യൂവിന്റെ നല്ലൊരു ശതമാനം കസ്റ്റമറിലേക്ക് തന്നെ കൊടുക്കും. അതുകൊണ്ട് ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കേപ്പബിൾ ആണ് ഈ സേവ് ആപ്പ്. ഇതിന് നമ്മുടെ സ്പെൻഡിങ് നേച്ചർ നേരത്തെ പറഞ്ഞ പോലെ സ്പെൻഡിങ് നേച്ചർ മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ സേവിങ് മെന്റാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസുകളൊക്കെ നമുക്ക് ഈ ആപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മുടെ കമ്മിറ്റ്മെന്റുകളും റെസ്പോൺസിബിലിറ്റീസും സമയാസമയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അസറ്റും ലയബിലിറ്റീസും മാനേജ് ചെയ്യുന്നതിനും അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനും ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതിനും ആപ്പ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ആപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ സൂമാണ്. ഇപ്പൊ ആപ്പിനെ പറ്റിയിട്ടും അതിന്റെ മാർക്കറ്റും അതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ആപ്പിന് 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നമ്മുടെ ആപ്പിന്റെ ഡൗൺലോഡ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ID ഉണ്ടാവും. ആ ID ലോഗിൻ ചെയ്ത് നമ്മുടെ ബിസിനസ്സും അറിയുന്നതിനും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആപ്പ് ഒരു പർട്ടിക്കുലർ ആപ്പ് എന്നുള്ളതെങ്കിൽ സേവ് ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സേവ് ആപ്പിനെ കുറിച്ചും വെബ്സൈറ്റിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ഇപ്പോൾ നമുക്ക് പറയാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സേവ് ആപ്പ് മുന്നേ നമുക്ക് ആപ്പിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ആപ്പിന്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഓരോ ഫീച്ചേഴ്സും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഞാൻ ഇപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സേവ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേവ് ആപ്പിന്റെ എംബ്ലം അവൈലബിൾ ആയിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്താം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വരുന്നത് ഡാഷ്ബോർഡിലേക്കാണ്. ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. അതിന് തന്നെ ഇതിന് ഗ്രാഫിക്സിനോ അതല്ലെങ്കിൽ മറ്റുള്ള കോസ്മാറ്റിക് എഫക്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നേരെ ആപ്ലിക്കേഷൻസിലേക്ക് വരികയാണ്. ഇതൊരു യൂട്ടിലിറ്റി ആപ്പ് ആയതുകൊണ്ട് ഈ ഡാഷ്ബോർഡിൽ ഈ ആപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൊഫൈല് റൈറ്റ് സൈഡിൽ കാണുന്ന വീല് ഇതിന്റെ പ്രൊഫൈലാണ്. നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനും അതിന്റെ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനും അതിന്റെ പർച്ചേസ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ മാനേജ് ചെയ്യാം. അതിന് പുറമെ ഓരോ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫസ്റ്റ് ഫീച്ചർ നമ്മുടെ പേയ്മെന്റ് ഫീച്ചർ. ഒരു മണി മാനേജ്മെന്റ് നമുക്ക് പേയ്മെന്റും റെസിപ്റ്റും ആണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് കിട്ടുന്ന പൈസയും നമ്മളിൽ നിന്ന് പോകുന്ന പൈസയും, നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ റെസിപ്റ്റ് ആണ്. അതായത് എല്ലാ ഇൻകം നമുക്ക് റെസിപ്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് എൻട്രി ചെയ്യാവുന്നതാണ്. ഇതിൽ റെസിപ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിൽ ട്യൂട്ടോറിയൽ മാറ്റാം. നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ നമ്മുടെ ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈലിൽ പോവുക, എഡിറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് എന്നുണ്ട്. ഇവിടെ ഏത് ഭാഷ ഇന്ത്യൻ ലാംഗ്വേജുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മലയാളം ആണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഫീച്ചേഴ്സും മലയാളത്തിലേക്ക് കൺവേർട്ടഡ് ആവും. അതുകൊണ്ട് ആർക്കും എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ട്യൂട്ടോറിയല് എല്ലാ മോഡ്യൂൾസിന്റെയും എല്ലാ ഫീച്ചേഴ്സിനും ഒരു
ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് പെർമനന്റ് ആയി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോണ്ട് ഷോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, നമുക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് സ്ക്രീനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് മന്തിലെ ഇതുവരെയുള്ള റെസിപ്റ്റുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എത്രയാണ് ഈ കറണ്ട് മന്തിലെ റെസിപ്റ്റ്? ഇവിടെ 12,000 രൂപ. ഓക്കെ, കൂടുതൽ റെസിപ്റ്റ് നെക്സ്റ്റ് റെസിപ്റ്റ് അടിക്കുന്നതിന് പ്ലസ് ബട്ടൺ അമർത്താം. ഈ പ്ലസ് ബട്ടണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡേറ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് ഡേറ്റ് എടുക്കും. ഏതെങ്കിലും ഡിഫറെന്റ് ഡേറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ ആ പിക്കർ ഉണ്ട്, ഡേറ്റ് പിക്കറിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റുകൾ സെലക്ട് ചെയ്യാം. ബാക്ക് ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഡേറ്റ് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. എവിടുന്നാണ് ഈ വരുമാനം? അത് ഈ റെസിപ്റ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ഇവിടെ പല അക്കൗണ്ടുകൾ ഉണ്ട്. ആ അക്കൗണ്ടുകൾ നമുക്ക് നോക്കാം. സപ്പോസ് സാലറി കിട്ടിയ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സാലറി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അതായത് ഈ വരുമാനം നമുക്ക് എങ്ങനെയാണ്, ഏത് ഹെഡ് നിന്നാണ് വരുന്നത്? ഓക്കെ, ഇത് എൻ്റർ ചെയ്യാം. നമ്മുടെ സാലറി എത്രയാണ്? സപ്പോസ് 20,000 ആണെങ്കിൽ 20,000 നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. സാലറി വരുന്നത് ക്യാഷ് ആണോ ബാങ്ക് ആണോ? ബാങ്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ്. ഇങ്ങനെ നമുക്കുള്ള വരുമാനം നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് ഇതിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഓരോ മാസം നമുക്ക് എത്ര വരുമാനം ഉണ്ടായി? സാലറി 20,000 രൂപ, വേറെ ഹെഡിൽ നിന്ന് ഒരു 10,000 രൂപ, അഗ്രികൾച്ചർ ഇൻകം 2,000 രൂപ. ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഒരു മന്ത് എൻഡിൽ നമുക്ക് എത്ര വരുമാനം കിട്ടിയെന്ന് മനസ്സിലാക്കാം ടോട്ടൽ. ഓക്കെ, ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസും മാനേജ് ചെയ്യാം. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണല്ലോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നതിന് നമ്മുടെ പേയ്മെന്റ്, നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയെല്ലാം പേയ്മെന്റ് വൗച്ചറാണ്. ഈ പേയ്മെന്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്, നമുക്കത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു മാസം കറണ്ട് മന്തിൽ എന്തെല്ലാം ചെലവുകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ചെലവുകൾ എൻട്രി ചെയ്യാന്നുള്ളത് നമുക്ക് വളരെ ഈസിയാണ്. ഈ പ്ലസ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇൻകത്തില് സെലക്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. കൺവെൻസ് ആണെങ്കിൽ കൺവെൻസ് എന്താണ്, ഒരു ഓട്ടോ ചാർജ് 50 രൂപയാണെങ്കിൽ 50 രൂപ സേവ് ചെയ്യാം. 1, 2, 3 നമുക്ക് നമ്മുടെ എക്സ്പെൻസുകൾ അതാത് സമയത്ത് തന്നെ എപ്പോഴാണോ എക്സ്പെൻസുകൾ നടക്കുന്നത് അപ്പൊ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഡിവൈസ് നമ്മുടെ കയ്യിൽ 24 മണിക്കൂറും അവൈലബിൾ ആണ്. നമുക്ക് ഇതിന് വേറെ ടൈം കണ്ടെത്തേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പൊ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇത് വീട്ടിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് എൻട്രി ചെയ്യാന്ന് വിചാരിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് പറ്റാറില്ല. കാരണം പകുതി നമുക്ക് മറന്നു പോകും. ബാക്ക്ലോഗ് നമുക്ക് ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ശീലം നമുക്ക് അപ്പപ്പോ എൻട്രി ചെയ്യുന്ന ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പെൻസുകൾ എൻട്രി ചെയ്യാം. ജസ്റ്റ് എക്സ്പെൻസുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡീസലാണെങ്കിൽ ഡീസൽ, ഇലക്ട്രിസിറ്റി ചാർജ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ്, എന്താണോ എക്സ്പെൻസ് വളരെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഓരോ മാസത്തെ എത്ര ചെലവുകൾ ഏതൊക്കെ മേഖലകളിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും നമുക്ക്. ടോട്ടൽ ഈ മാസത്തെ എക്സ്പെൻസ് എത്രയാണ്, അപ്പൊ ഇൻകം ഈ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്, എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതിന്റെ റിപ്പോർട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബോട്ടം പാനലില് 3ാമത്തെ റിപ്പോർട്ട് സെക്ഷൻ ഉണ്ട്. ആ റിപ്പോർട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ ഉണ്ട്. ഓരോ ദിവസവും ട്രാൻസാക്ഷൻ നോക്കാം. ഒരു പീരീഡിലെ, ഒരു വീക്കിലെ, ഒരു മന്തിലെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാം. ആ ഡേറ്റിലെ ട്രാൻസാക്ഷൻ എന്തൊക്കെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ഇൻകം വന്നിട്ടുണ്ട്, എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതിന് പുറമെ ഓരോ ഹെഡ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഹെഡ് വൈസ് സെലക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വ്യൂ ബട്ടൺ ഉണ്ട്. ആ വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ വൈസ് ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഗിവൺ പീരീഡില് എന്തെല്ലാം ചെലവുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനും പറ്റും. ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു മാസത്തില് നമുക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ട്, ഗ്രോസറി എത്ര ചെലവായിട്ടുണ്ട്, മിൽക്ക് എത്ര ചെലവായിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ചാർജ്, ഇങ്ങനെ ഹെഡ് വൈസ് നമുക്ക് അറിയുമ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ ചെലവായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ പരിധി, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വിട്ടുപോകുന്ന ചെലവുകൾ എന്താണ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. സപ്പോസ് ഗ്രോസറി ഇത് 3,300 രൂപ ഇന്നേ വരെ ചെലവായിട്ടുണ്ട്.
ഒരു മാസം നോക്കുമ്പോൾ ഒരു 15,000 രൂപ ഗ്രോസറിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ 15,000 രൂപ നമുക്ക് ചെലവായിട്ടുണ്ടോ എന്നൊരു ആങ്സൈറ്റിയോ ഒരു തോന്നലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മാസം മുതൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന ഒരു ഇതാണ് ആ ടെൻഡൻസിയാണ് സേവിങ് മെന്റാലിറ്റി. അപ്പൊ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ സ്പെൻഡിങ് നേച്ചർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ് സേവിങ് മെന്റാലിറ്റി കൂട്ടുക എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഇവിടെ ക്യാഷ് ആൻഡ് ബാങ്ക് എക്സ്പെൻഡിച്ചർ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ എത്ര രൂപ ക്യാഷ് ഉണ്ടായിരുന്നു, ബാങ്ക് പല ബാങ്കുകൾ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസുകളും ക്രെഡിറ്റ് കാർഡിന്റെ ബാലൻസുകളും ഒക്കെ അതറിയാം. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്, നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ട് ഒരു മാസം, ഒരു ഗിവൺ പീരീഡില്. ഓക്കെ, എത്ര രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ട്, എത്ര രൂപ ചെലവ് ഉണ്ടായിട്ടുണ്ട്, എത്ര രൂപ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട്, നീക്കിയിരിപ്പുണ്ട്, ഇൻകം ഓവർ എക്സ്പെൻസ് എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും മോണിറ്റർ ചെയ്യാൻ ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സേവിങ് മെന്റാലിറ്റി, അതല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റം നമുക്ക് വരും. നമ്മുടെ എക്സ്പെൻസുകളെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യാനും ഇൻകം മാനേജ് ചെയ്യാനും ഒരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനും വേണം. അതിന് നമുക്കൊരു റെക്കോർഡിംഗ് സിസ്റ്റം വേണം. നോർമലി സാധാരണ ജനങ്ങൾക്ക് ഇത് വീട്ടിൽ പോയി ഡയറിയിൽ എഴുതി ഉണ്ടാക്കി ഇത് കൂട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. അഥവാ ഇനിയിപ്പോ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്കും അത് ഹെഡ് വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ ചെലവായി എന്ന് അറിയാൻ പറ്റും. പക്ഷെ ഒരു പർട്ടിക്കുലർ ഹെഡിൽ എത്ര രൂപ ചെലവായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതാണ് കൂടുതൽ ചെലവായിരിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് നിയന്ത്രിക്കാൻ പറ്റുന്ന എക്സ്പെൻസുകൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഹെഡ് വൈസ് അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് മാനുവലായിട്ട് നമ്മളൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് റെക്കോർഡ് സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഹെഡിലാണ് നമുക്കൊരു പർട്ടിക്കുലർ പീരീഡില് കൂടുതൽ ചെലവായിരിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് മന്തിൽ അത് കുറയ്ക്കാനുള്ള ടെൻഡൻസി ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂളാണ് വാലറ്റും ബഡ്ജറ്റും. അതായത് ഒരു മണി കൺട്രോൾ ആണ്. അപ്പൊ മണി മാനേജ്മെന്റും മണി കൺട്രോളും ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വാലറ്റ് എന്നുള്ളത് നമുക്കൊരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഒരു എമൗണ്ട് നമുക്ക് വെക്കാം. ഒരു മാസത്തേക്ക് നമുക്കൊരു 40,000 രൂപ ചെലവ് വളരെ ഈസി ആയിട്ട് നമുക്കൊരു വെർച്വൽ വാലറ്റ് എൻട്രി ചെയ്യാം. ഇതൊരു വെർച്വൽ വാലറ്റ് ആണ്, നമ്മളൊരു ബഡ്ജറ്റ് സിസ്റ്റമാണ്. ഓക്കെ, 40,000 രൂപ നമ്മൾ വാലറ്റിലേക്ക് ആഡ് ചെയ്തു വെർച്വൽ ആയിട്ട്. ഓക്കെ, ഇത് ഫിസിക്കൽ ക്യാഷ് ആയിട്ട് യാതൊരു ബന്ധമില്ല, ഇതൊരു വെർച്വൽ വാലറ്റ് ആണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ 40,000 രൂപ നമ്മുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ചെലവുകൾ ഈ മാസം നമുക്കുണ്ട്, ഇതെല്ലാം മൈനസ് ചെയ്തിട്ട് എത്ര രൂപ ഇനി ചെലവാക്കാനുണ്ട്, ഇനി 36,000 രൂപ ഇത് ചെലവാക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെഡുകളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ദിവസം ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇനി എത്ര രൂപ നമുക്ക് ഈ മാസത്തെ ബഡ്ജറ്റിൽ ബാലൻസ് ഉണ്ട്. ഇതൊരു മണി കൺട്രോളിന്റെ ഭാഗമാണ്. നമ്മൾ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂളാണിത്. നമ്മൾ ഇത്രയല്ലോ നമുക്കൊരു മാസത്തേക്കുള്ള ബഡ്ജറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെക്കണം. നമ്മുടെ ബാലൻസുകൾ, നമ്മുടെ കയ്യിലുള്ള എക്സ്പെൻസുകൾ അത് കുറഞ്ഞ് നമുക്ക് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ മാസം അല്ലെങ്കിൽ ഈ പർപ്പസിന് വേണ്ടി എത്ര രൂപ ഇനി ബാലൻസ് ഉണ്ടെന്ന് അറിയാം. ഇതൊരു മണി കൺട്രോളിന്റെ ഭാഗമാണ്. കൂടുതൽ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട് ബഡ്ജറ്റില്. ഇവിടെ നമുക്ക് ഹെഡ് വൈസ് കൊടുക്കാം. മറ്റൊരു വാലറ്റിൽ കൺസോളിഡേറ്റഡ് എമൗണ്ട് ആണ്. ഇവിടെ ഹെഡ് വൈസ് കൊടുക്കാം. ഗ്രോസറി എന്നുള്ളതിന് നമുക്ക് എത്ര രൂപ നമുക്ക് ചെലവാക്കണം മാസം. ഒരു മന്ത്ലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഇയർലി ബഡ്ജറ്റ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു 8,000 രൂപ നമുക്ക് മന്ത്ലി ബഡ്ജറ്റ് ആണ്. അതായത് ഒരു വർഷത്തേക്ക് 8,000 രൂപ വെച്ചിട്ട് 96,000 രൂപ. ഇതാണ് നമ്മുടെ ഒരു മന്ത്ലി ഇയർലി ബഡ്ജറ്റ്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ 8,000-ൽ നിന്ന് കൂടുതൽ പോകുമ്പോൾ, എബോവ് 8,000 ആകുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ എക്സ്പെൻസ് ബഡ്ജറ്റ് എക്സീഡ് ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻ. ഇതും കൺട്രോളിന്റെ ഭാഗമാണ്. അപ്പൊ മണി മാനേജ്മെന്റും മണി കൺട്രോളും ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് മണി മാനേജ്മെന്റും മണി കൺട്രോളും. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാവും. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കുണ്ടാവുന്ന സ്വസ്ഥയും സമാധാനവും വളരെ വലുതായിരിക്കും. ഓക്കെ,
ഇങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ മണി മാനേജ്മെന്റ് മസ്റ്റാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഈ ആപ്പ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ സഹായിക്കും. അങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുക, എന്താണ് അതിന്റെ വരുമാനം എന്നുള്ളത് നമുക്ക് എല്ലാ ആഴ്ചയിലും സൂമുകളുണ്ട്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും സൂമുകളുണ്ട്. ആ സൂമിൽ അതിന്റെ ഇൻകം പൊട്ടൻഷ്യലും ആ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ പ്യൂർലി ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യാഷ് ആൻഡ് ബാങ്ക്, ഈ ക്യാഷ് ആൻഡ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്തെല്ലാം ക്യാഷ് ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റും. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിന്റെ ആപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കാം. പക്ഷെ ഒരു ഇൻസ്റ്റന്റ് ഇൻഫർമേഷൻ നമ്മുടെ, അതായത് കറണ്ട് അസറ്റ് എത്രയുണ്ട്, കറണ്ട് വാല്യൂ എത്രയുണ്ട് എന്ന് നമുക്ക് ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ നമ്മുടെ ഈ ആപ്പ് ഈ ഫീച്ചർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ടോട്ടാലിറ്റിയിൽ മണി മാനേജ്മെന്റ് ആണ്. ഇതിന് പുറമെ നമ്മുടെ പ്രൊഫഷൻ അക്കൗണ്ട് ചെയ്യുന്നതിനാൽ ഈ ബില്ലിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, വളരെ പേഴ്സണലൈസ് ചെയ്ത സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഇതിൽ GST അതേമാതിരി ഒരു കൊമേഴ്ഷ്യൽ അപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് പേഴ്സണലൈസ് ചെയ്ത സർവീസുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമുക്ക് ഇവിടെ പ്ലസ് ബട്ടണിൽ അടിച്ചുകൊണ്ട് പുതിയ ബില്ലുകൾ നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഏതാണ് കസ്റ്റമർ, പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. സേവ് ചെയ്തു. ഇവിടെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട്, എത്ര രൂപയാണ് ഈ എമൗണ്ട്, സപ്പോസ് 2000 രൂപ. സപ്പോസ് ഇതൊരു വക്കീലാണ്, വക്കീൽ കൊടുക്കണം, ഒരു അഡ്വക്കേറ്റ് നമുക്ക് ബില്ല് കൊടുക്കാം. 2000 രൂപ അങ്ങേരുടെ ഫീസ് ആണെന്നുണ്ടെങ്കിൽ 2000 രൂപ. ഓക്കെ, ഇവിടെ എന്താണ് പ്രൊഫഷണൽ ഇൻകം, എന്താണ് സോഴ്സ് എന്നുള്ളത്, അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ്, എത്ര രൂപയാണ്, എന്താണ് സോഴ്സ്, ഇത് എൻ്റർ ചെയ്യാം. എൻ്റർ റിമാർക്സ്, എന്തെങ്കിലും റിമാർക്സ് വേണമെങ്കിൽ അതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കൊരു ബില്ല് ജനറേറ്റ് ചെയ്യാം. ഈ ജനറേറ്റ് ചെയ്ത ബില്ല് അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ വ്യക്തിയുടെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസിന് വേണ്ട ഒരു ബില്ല് നമുക്ക് അപ്പൊ തന്നെ ജനറേറ്റ് ചെയ്ത് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രൊഫഷണൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഹെഡുകൾ നമുക്ക് ഈ എമൗണ്ട് നമ്മുടെ ഇൻകത്തിലേക്ക് കയറുകയും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്തു. ഓക്കെ, ഇതിന് അഗേൻസ്റ്റ് നമുക്ക് റെസീപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെസീപ്റ്റും വെക്കാം. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ ബില്ലിന് അഗേൻസ്റ്റ് പൈസ കിട്ടുമ്പോൾ, അതിന്റെ റവന്യൂ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഗെറ്റ് റെസീപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന്റെ റെസീപ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ ഓരോ ദിവസം മാസം നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ റെസീപ്റ്റുകളാണ് പെൻഡിങ് ഉള്ളത് നമുക്കറിയാം. ഒരു പേഴ്സണലൈസ് സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, അതായത് പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അതേമാതിരി സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ അപ്ലിക്കേഷൻ പോസിബിലിറ്റി അല്ല ഞാൻ പറയുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് അത്തരം ഒരു ഹയർ എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് അല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്. പേഴ്സണൽ ഒരു വ്യക്തിഗത സർവീസുകൾ മാത്രമാണ് ഇതിന്റെ ഫോക്കസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫഷൻ അക്കൗണ്ട് ചെയ്യാം. നമ്മുടെ അതിന് ഒരു സിസ്റ്റം കൂടി ആവും. അപ്പൊ ഒരു മാസം എത്ര രൂപയ്ക്ക് നമുക്ക് നമ്മുടെ സർവീസ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് പുറമെ ഇതിലൊരു ടാസ്ക് മാനേജ്മെന്റ് ഉണ്ട്. നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടാസ്ക് മാനേജ്മെന്റ്. നമുക്ക് ഇവിടെ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഏത് ഡേറ്റിലാണ് മീറ്റിംഗ് ഉള്ളത്, ഏത് ടൈമിലാണ് നമുക്ക് എൻ്റർ ചെയ്യാം. എന്താണ് അതിന്റെ റിമൈൻഡ്, ഒരു ദിവസം മുന്നേ വേണോ, സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഒരു അലാം വരുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് അലാമും നമുക്ക് ഇന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ഏത് ഡേറ്റിൽ വേണമെങ്കിൽ നമുക്ക് ആ ഡേറ്റ് സെറ്റ് ചെയ്യാം. ആ ഡേറ്റിലോ അല്ലെങ്കിൽ നമുക്ക് റിമൈൻഡ് സെറ്റ് ചെയ്യുന്ന ഡേറ്റിലോ ഇൻ ബിറ്റ്വീനിലോ നമുക്ക് അലാം വരും. നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ കമ്മിറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. വൺസ് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനീഷ്യൽ ആണോ അതല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആണോ ഇങ്ങനെ എൻട്രി ചെയ്യാം. അപ്പൊ ഒരു ദിവസം നമുക്ക് എന്തെല്ലാം ടാസ്കുകൾ ഉണ്ടായിരുന്നു, ആ ടാസ്കുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ടാസ്ക് പെൻഡിങ് ഉണ്ട്, ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ടാസ്ക് മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന് പുറമെ നമുക്ക് നമ്മുടെ അസറ്റുകള്, ലയബിലിറ്റി, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ നെറ്റ് വർത്ത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇതെല്ലാം നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാം.
അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ഫിസിക്കൽ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, അതായത് വീട്, കാറുകള്, ബൈക്കുകള്, ഇതെല്ലാം നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാർ ഉണ്ട്. ആ കാറ് അതിന്റെ ഓപ്പണിംഗ് വാല്യൂ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ഒരു 5 ലക്ഷം രൂപ അതിന്റെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഇനി അതിന്റെ സെറ്റ് റിമൈൻഡർ ഡേറ്റുകൾ, അതിന്റെ ഡേറ്റുകൾ, പർച്ചേസ് ഡേറ്റ് വേണമെങ്കിൽ എൻട്രി ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റുകൾ എൻട്രി ചെയ്യാം. ഇവിടെ നമുക്ക് ഡേറ്റുകൾ, ഇപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പൊള്യൂഷൻ ടെസ്റ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടാസ്കിലേക്ക്, അതാത് ഡേറ്റിലെ ടാസ്കിലേക്ക് എൻട്രി ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡേറ്റില് ടാക്സ് അടയ്ക്കാനുണ്ടോ? ഇപ്പൊ ടാക്സ്, ഈ ടാസ്ക് മാനേജ്മെന്റ് കണ്ട് ഇത് ടാക്സ് അടയ്ക്കാനുണ്ട്, അതിന്റെ ഡേറ്റ് ആണ് ഇന്ന്. അപ്പൊ ഇതും നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാസ്ക്, ഒരു ദിവസത്തെ മൊത്തം ടാസ്കുകൾ എന്താണ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എൻട്രി ചെയ്യാം. ഇങ്ങനെ ഒരു ടാസ്ക് മാനേജ്മെന്റ് അസറ്റ് ആയിട്ടും ലയബിലിറ്റി ആയിട്ടും ഇൻഷുറൻസ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ക്ലബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ടോ, ഇൻഷുറൻസ് അടയ്ക്കാനുണ്ടോ, നമുക്ക് ലോൺ ലയബിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ലോൺ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ടാസ്ക് മാനേജ്മെന്റ് ഉണ്ട്. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന് ലോൺ അടയ്ക്കാനുണ്ട്. ആ ലോൺ അടയ്ക്കാനുള്ള ദിവസം ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതാത് സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ നമുക്ക് ബാങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് പെനാൽറ്റിയോട് കൂടി അടയ്ക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജിയോ നെഗറ്റീവ് പേഴ്സണാലിറ്റിയോ ഉണ്ടാവും. അതുകൊണ്ട് ഈ ടാസ്ക് മാനേജ്മെന്റ് നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ലോണുകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലയബിലിറ്റിയിൽ പോവാം, ഈ ട്യൂട്ടോറിയൽ ക്ലോസ് ചെയ്യാം, പുതിയ ലോൺ, സപ്പോസ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ വെഹിക്കിൾ ഉണ്ടാവും, അതിൽ EMI ആണോ നോൺ EMI ആണ്. EMI ആണെന്നുണ്ടെങ്കിൽ ലോണിന്റെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലോണിൽ പോവാം. കാർ ലോൺ ആണെങ്കിൽ കാർ ലോൺ, എന്താണ് അതിന്റെ നെയിം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എത്ര രൂപ പ്രസന്റ്ലി എത്ര രൂപയുണ്ട്? 3 ലക്ഷം രൂപ നമുക്ക് കാർ ലോണിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. 3 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. എന്താണ് അതിന്റെ EMI? സപ്പോസ് 10,000 രൂപ വെച്ചിട്ട് EMI അടയ്ക്കണം. എത്ര നമ്പർ ഇനി ബാലൻസ് ഉണ്ട്? 40 EMI ബാലൻസ് ഉണ്ട്. എന്നാണ് പേയ്മെന്റ് ഡേറ്റ്? എല്ലാ മാസവും 1-ാം തീയതിയാണ് പേയ്മെന്റ് ഡേറ്റ്. അപ്പോ നമുക്ക് നോക്കിയാൽ കാണാം 2025 വരെ നമുക്ക് ഈ ലോണ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ഈ 40 ഡേറ്റുകളും നമ്മുടെ ടാസ്ക് ആയിട്ട് ക്ലബ് ചെയ്യും. അപ്പൊ എല്ലാ മാസവും നമുക്ക് 1-ാം തീയതി നമുക്ക് റിമൈൻഡർ വരും, ഇന്ന് ലോൺ അടയ്ക്കാനുണ്ട്. അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ വേണമെങ്കിൽ നമ്മുടെ ടാസ്കുകൾ, ഈ ആഴ്ചത്തെ ടാസ്കുകൾ എന്താന്ന് പറയാം. അപ്പൊ ഓരോ ദിവസം നോക്കുമ്പോൾ ഇന്ന് ലോൺ അടയ്ക്കാനുണ്ട്, നെക്സ്റ്റ് ഡേ ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്. ഇങ്ങനെ നമ്മുടെ കമ്മിറ്റ്മെന്റുകള് സമയാസമയം നമ്മൾ റിമൈൻഡ് ചെയ്യുന്നതിന് ഈ ടാസ്ക് മാനേജ്മെന്റ് ഉപയോഗിക്കും. അത് അസറ്റ് ആയിട്ടും ലയബിലിറ്റി ആയിട്ടും ഇൻഷുറൻസ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ക്ലബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ടാസ്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് നേരത്തെ ലയബിലിറ്റി സെറ്റ് ചെയ്ത പോലെ തന്നെ ഇൻഷുറൻസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. എന്താണ് നമ്മുടെ ഇൻഷുറൻസ്? സപ്പോസ് LIC ആണ്. LIC അതിന്റെ പോളിസി നമ്പറോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇൻഷുറൻസ് ഇന്നത്തെ പെയ്ഡ് വാല്യൂ, ആസ് ഓൺ ഡേറ്റിലെ പെയ്ഡ് വാല്യൂ എത്രയുണ്ട്? 50,000 ഉണ്ട്. ഓക്കെ, ഇൻഷുറൻസ് ടൈപ്പ് എന്താണ്? മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, ഇയർലി ആണോ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി. എന്നാണ് അതിന്റെ പേയ്മെന്റ് ഡേറ്റ്? എല്ലാ മാസവും 2-ാം തീയതി ഇൻഷുറൻസ് അടയ്ക്കണം. ഓക്കെ, അതിന്റെ പ്രീമിയം എമൗണ്ട് എത്രയാണ് എന്നുള്ളതെല്ലാം നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഇൻഷുറൻസ് ഇത് സേവ് ചെയ്യാം. ഇതും നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ, RD, FD, അതല്ലെങ്കിൽ ചിട്ടി, ഇതെല്ലാം നമുക്ക് ഇതിൽ കൊടുക്കാം. സപ്പോസ് നമുക്ക് പോസ്റ്റ് ഓഫീസ് RD ഉണ്ട്. ഓക്കെ, അത് ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ്, ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിലാണ്. ഓപ്പണിംഗ് ബാലൻസ് ആസ് ഓൺ ഡേറ്റിൽ എത്രയാണ്? 20,000 ഉണ്ട്. ഓക്കെ, ഇതിന്റെ എന്നാണ് അടയ്ക്കേണ്ടത്? ഇതിന്റെ മന്ത്ലി ആണ്. മന്ത്ലി ആണെങ്കിൽ എത്ര എമൗണ്ട് ആണ് മന്ത്ലി എമൗണ്ട് വരുന്നത്? 5,000 രൂപ. എത്ര ഇൻസ്റ്റാൾമെന്റ് പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇൻസ്റ്റാൾമെന്റിനെ അടയ്ക്കാനുണ്ട്? ഒരു 40 ഇൻസ്റ്റാൾമെന്റ് മുന്നേ അടയ്ക്കാനുണ്ട്. എന്നാണ് അടയ്ക്കേണ്ടത്? നമുക്ക് നെക്സ്റ്റ് എല്ലാ മാസവും 4-ാം തീയതി അടയ്ക്കണം.
ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 2025 വരെ ഈ പേഴ്സണൽ പോസ്റ്റ് ഓഫീസ് ആർട്ടി നമുക്ക് അടയ്ക്കാനുണ്ട്. ഈ ഡേറ്റുകൾ നമ്മുടെ ടാസ്ക് ആയിട്ട് ക്ലബ് ചെയ്യും. അപ്പൊ എല്ലാ മേഖലയിലും നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനും റിമൈൻഡ് ചെയ്യുന്നതിനും ഈ ടാസ്ക് മാനേജ്മെന്റും ഈ ഫീച്ചേഴ്സും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കാം. ഇതിനെല്ലാം പുറമെ നമ്മുടെ മൈ ഡയറി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഈ മൈ ഡയറി എന്ന് പറയുന്ന ഫീച്ചർ നമ്മുടെ തോട്ട്സും എക്സ്പീരിയൻസും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഡയറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഇവിടെ സേവ് ആപ്പ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ആ സേവ് ആപ്പിന്റെ സബ്ജക്റ്റ് ഓരോ ദിവസം കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പുതിയ റെക്കോർഡുകൾ കൊണ്ടുവരുന്നതിന് ഇതിൽ എൻ്റർ ചെയ്യാം. ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോയിസ് കൊടുക്കാം. സേവ് ആപ്പിന്റെ ഗൂഗിൾ മീറ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതില് വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യാം. ഓരോ ദിവസം വരുന്ന ഡയറികൾ നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ തോട്ട്സ് എന്തൊക്കെയാണോ ഇത് റെക്കോർഡ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, എഡിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം നമുക്ക്. അത് ടെക്സ്റ്റ് ആയിട്ടും കൊടുക്കാം, വോയിസ് ആയിട്ടും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ഈ ഫസ്റ്റ് മെനുവിൽ തന്നെ ഡാഷ്ബോർഡിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിന് പുറമെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനുവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിസിറ്റിംഗ് കാർഡും പാസ്വേഡ് മാനേജറും ഡോക്യുമെന്റ് മാനേജറും അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ വിസിറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2, 3, 4 എത്ര വിസിറ്റിംഗ് കാർഡുകൾ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, സാമ്പിൾ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഇതില് നമ്മുടെ പേഴ്സണൽ ഡാറ്റ, നമ്മുടെ ഡെസിഗ്നേഷൻ, കമ്പനിയുടെ പേര്, ഫേസ്ബുക്ക് ലിങ്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്ക്, യൂട്യൂബ് ലിങ്ക് എല്ലാം കൊടുക്കാം. ലോഗോ വേണമെങ്കിൽ ലോഗോ കൊടുക്കാം. ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഫുൾ ഡീറ്റെയിൽസ് വിസിറ്റിംഗ് കാർഡ് കിട്ടും. ഇത് ഷെയർ ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ആയിട്ടോ ഇമേജ് ആയിട്ടോ ഷെയർ ചെയ്യാം. ഇമേജ് ആയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാം ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റും കൂടി ഇതിൽ കവർ ചെയ്യും. നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനും നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒരു മാർക്കറ്റിങ്ങും ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഒരു പാസ്വേഡ് മാനേജറും അവൈലബിൾ ആണ്. ഇന്ന് എല്ലാവർക്കും വളരെ അധികം പാസ്വേഡുകളുണ്ട്. ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പാസ്വേഡുകളുണ്ട്. ഈ പാസ്വേഡുകളും നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാം. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓർത്തെടുക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. എന്താണ് സൈറ്റ്, എന്താണ് അതിന്റെ പാസ്വേഡ്, യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്, വെബ്സൈറ്റ് എന്താണ്, റിമാർക്സ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിന് പുറമെ നമുക്ക് വേണ്ട ഒരു ഡോക്യുമെന്റ് മാനേജർ. ആധാർ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ്, അതിന്റെ ഫോട്ടോ നമുക്ക് ഇതിൽ മാപ്പ് ചെയ്യാം. ഗാലറി പോയി വൺ ടൈം അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവായിട്ട് സിങ്ക് ചെയ്യും. ആ സിങ്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലെ എല്ലാ ഇമേജുകളും നമ്മൾ സേവ് ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവിലാണ്. ആ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ആപ്പാണ്. വളരെ പേഴ്സണൽ ഡാറ്റകളാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മണി മാനേജ്മെന്റ് അടക്കം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യാം ഒരു സിംഗിൾ ആപ്പില്. നമ്മൾ 8-10 ആപ്പുകൾ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. ഇതിന്റെ അടിഭാഗത്ത് ബോട്ടം സൈഡിൽ ഹോം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് എന്ന റിപ്പോർട്ട്സ് മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈവസി പോളിസി, അതല്ലെങ്കിൽ ഇതിന്റെ മറ്റേ മെയിലിംഗ് കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിപ്പോർട്ട്സിൽ എല്ലാ സെഗ്മെന്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആണ്. നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഏർണിങ്സിനെ കുറിച്ചും ബിസിനസ് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നെറ്റ്വർക്കിലുള്ളത്. ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിൽ നമുക്ക് എത്ര പേയ്മെന്റ് ഉണ്ട്, എത്ര ബൈനറി കിട്ടിയിട്ടുണ്ട്, എത്ര ഇൻകം കിട്ടിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി വ്യൂ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് ലോഡ് ചെയ്യും. കാരണം ഒരു ഡാഷ്ബോർഡിൽ കൊടുക്കാവുന്ന മിനിമം ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ആപ്പില്.
കൂടുതൽ നമ്മുടെ ബിസിനസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്യാം, സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. കാരണം മറ്റുള്ള പ്രോഡക്റ്റുകൾ പോലെയല്ല, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഈ ആപ്പിന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആക്ടിവേഷൻ ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒരു യൂണിക് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഷെയർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ ഉണ്ട്. ഈ ആപ്പിൽ തന്നെ 2-3 ഇമേജുകൾ, ഡിഫറെന്റ് ഇമേജുകളായിട്ട് 4 ഇമേജുകൾ അവൈലബിൾ ആണ്. ഈ ഇമേജുകൾ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഷെയർ ബട്ടൺ അടിക്കുക. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സപ്പോസ് വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടാം. നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് അത് കൺവേർട്ടായി. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള എല്ലാവരും ഈ സ്റ്റാറ്റസ് നോക്കും. ഇതിൽ കൂടെ നമുക്ക് ബിസിനസ് കിട്ടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഷെയർ ചെയ്യുന്നതിനും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്ക് എല്ലാ ഇതിലേക്കും നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. എനി ടൈം എനിവെയർ മാർക്കറ്റിംഗ് ആണ് നമുക്ക്. അതുപോലെ നമുക്ക് ഫേസ്ബുക്കിലേക്കും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്തെല്ലാം സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മാർക്കറ്റിങ്ങും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം. പ്രത്യേകിച്ച് സമയമൊന്നും വേദന ആവശ്യമില്ല. നമ്മുടെ മാർക്കറ്റിംഗ്, നമ്മുടെ റവന്യൂ പൊട്ടൻഷ്യൽസ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഷെയർ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ വാട്സപ്പ് നമ്മുടെ കോൺടാക്ട്സിലേക്ക് ഷെയർ ചെയ്യാം. എന്തെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ അവൈലബിൾ ആണോ അതിലെല്ലാം നമുക്ക് ഈ ഷെയർ ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമോ അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമോ എന്തിനു വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ആപ്പ് യൂസ് ചെയ്യാം. ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് അവൈലബിൾ ആണോ അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ആപ്പിന്റെ ഫീച്ചേഴ്സ്. നമ്മുടെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വെബ്സൈറ്റ്. നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ വെബ്സൈറ്റിന്റെ സ്ക്രീനും ഒന്ന് ഷെയർ ചെയ്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ നമ്മുടെ കമ്പനിയെ കുറിച്ചും ആപ്പിനെ കുറിച്ചും അല്ലാണ്ട്. ഓക്കെ, ഇത് സേവ് ആപ്പിന് വേണ്ടി മാത്രമുള്ള വെബ്സൈറ്റ് ആണ്. നമ്മുടെ ERPയുടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റിന്റെ വെബ്സൈറ്റ് നമുക്ക് വേറെ വെബ്സൈറ്റ് ആണുള്ളത്. ഈ പർട്ടിക്കുലർലി സേവ് ആപ്പിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതിലെല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ഹോം പേജിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം കാണും. ഒരു മിനിറ്റ്. ഇവിടെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്നതിനും വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനും സെയിം ക്രെഡൻഷ്യൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് സ്ക്രീൻ. ഞാൻ ജസ്റ്റ് 2 മിനിറ്റ്സിനുള്ളിൽ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യട്ടെ. ഡാഷ്ബോർഡില് ഈ ഡാഷ്ബോർഡിൽ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിൽ കണ്ട പോലെ തന്നെ ഡാഷ്ബോർഡ് ഉണ്ട്. ഇവിടെ എത്ര ബൈനറി മാച്ച് ഉണ്ട്, എത്ര ക്യാരി ഉണ്ട്, നമ്മുടെ ഇൻകം പൊട്ടൻഷ്യൽ എന്താണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു ഡാഷ്ബോർഡിൽ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് മൈ ബിസിനസ് എന്ന് പറയുന്നത് പ്രൊഫൈല്, മൈ ബിസിനസ്, നമ്മുടെ റിപ്പോർട്ട് സെക്ഷനിൽ പോവാം. ഇങ്ങനെ പറയുന്ന റിപ്പോർട്ട്സുകളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഡാഷ്ബോർഡിൽ തന്നെ നമ്മുടെ ഒരു സമ്മറി അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ നമ്മുടെ എഡിറ്റ് പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഈ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊബൈൽ നമ്പറിന് ഒരു ഐ ഡി ആണ്. ആ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് KYC അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുന്നതിന് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രെഡൻഷ്യൽസ് അപ്ഡേറ്റ് ചെയ്യാം. വൺസ് ക്രെഡൻഷ്യൽസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്യും. ഓഫീസിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണും. അതിനുശേഷം നമുക്ക് പേയ്മെന്റ് റിലീസ് ചെയ്തായിരിക്കും. അപ്പോൾ ഇതൊരു ഡെയിലി പേയ്മെന്റ് സിസ്റ്റം ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് സൂമിൽ പറഞ്ഞു തരും. അതുകൊണ്ട് എല്ലാവരും എന്നാണോ രജിസ്റ്റർ ചെയ്യുന്നത് അന്ന് തന്നെ പാൻ കാർഡും KYC അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നെക്സ്റ്റ് ഡേ തന്നെ പേയ്മെന്റ് റിലീസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഇതിനുശേഷം നമുക്കൊരു സെറ്റ് പൊസിഷൻ ഉണ്ട്. ഇതൊരു നമ്മുടെ ഒരു കോമ്പിനേഷൻ പ്ലാൻ ആണല്ലോ. അതിലൊരു ബൈനറി സിസ്റ്റത്തിന് ട്രീ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റ് പൊസിഷൻ ഒരു ആപ്പ് ആയതുകൊണ്ട് ഏത് സമയത്ത് ആരാണ് നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ സോഷ്യൽ മീഡിയ, നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും. ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന വ്യക്തി അത് നമ്മുടെ യൂണിക് ലിങ്ക് ആണ്, നമ്മുടെ സ്പോൺസർഷിപ്പ് ആണ് ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി എപ്പോഴാണ് ആക്ടിവേഷൻ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പൊസിഷൻ എപ്പോഴും നമ്മൾ ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് സെറ്റ് ചെയ്യണം. നമുക്ക് എവിടെയാണോ നെക്സ്റ്റ് നമ്മുടെ ഡൗൺ ലൈൻസിൽ വരേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ ഓട്ടോ എന്നുണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, സിക്സ് ആഗ് ഉണ്ട്. ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ മണി സൈഡില് ആ മണി സൈഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വീഴും. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കും, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കും നമ്മുടെ നെക്സ്റ്റ് ഡൗൺ ലൈനിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ, ആക്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക് വിടാൻ വേണ്ടിയിട്ടാണ് ഇത്. സിക്സ് ആക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് 1 by 1 ആയിട്ട് നമുക്ക് വരും. നെക്സ്റ്റ് പൊസിഷൻ നമുക്ക് ഇവിടെ കാണാം, ഇത് റൈറ്റിലാണ്. ഓട്ടോ ആണ് കിടക്കുന്നത്. ഈ നെക്സ്റ്റ് ആൾക്കാർ ലാൻഡ് ചെയ്യുന്നത് റൈറ്റിലായിരിക്കും. ഇനി പൊസിഷൻ മാറ്റണമെങ്കിൽ ഇവിടെ പൊസിഷൻ മാറ്റി വെക്കാം. അപ്പൊ എന്താണോ ബിസിനസ് നീഡ് ഡാഷ്ബോർഡിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് കൂടുതൽ ബൈനറി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പൊസിഷൻ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് പൊസിഷൻ. ഓക്കെ, മൈ ബിസിനസ് എന്ന് പറയുന്ന ഇതില് നമ്മുടെ ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. നമ്മുടെ ജീനോളജി അവൈലബിൾ ആണ്. ജീനോളജി പുറമെ മൈ ഡയറക്റ്റ് എന്ന് പറയുന്ന ഇതുണ്ട്. ആരൊക്കെയാണ് എന്റെ ഡയറക്റ്റ് സ്വന്തം ഡയറക്റ്റ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും. അതുപോലെ മൈ ഡൗൺ ലൈൻസില് ഇത് ഡയറക്റ്റ് നമ്മൾ സ്പോൺസർഷിപ്പിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. റൈറ്റിലും ലെഫ്റ്റിലും വന്നിട്ടുള്ള ആൾക്കാർ. നമ്മുടെ ഡൗൺ ലൈൻസിൽ എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൈ ലെഫ്റ്റും മൈ റൈറ്റും ഇവിടെ സെലക്ട് ചെയ്യാം. പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോവാം. ഒരു പാൻ കാർഡില് ഒരു വ്യക്തിക്ക് 5 ആപ്പ് വരെ വാങ്ങിക്കാം. അതായത് ഒരു അക്കൗണ്ടബിലിറ്റി ആപ്പാണ് ഇത്. അക്കൗണ്ടബിലിറ്റി ആപ്പ് എന്നുള്ള നിലയ്ക്ക് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവർക്കും ആപ്പ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് 5 ആപ്പ് വരെ പർച്ചേസ് ചെയ്യാം ഒരു പാൻ കാർഡില്.
ആ പാൻ കാർഡിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 5 ഐഡികൾ ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് ആക്ടിവേഷൻ ചെയ്ത് ഫസ്റ്റ് ഐഡിയില് പ്രൈമറി ഐഡിയിൽ അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ മേക്ക് എ ഗ്രൂപ്പ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇതിനുശേഷം റിപ്പോർട്ടുകൾ ഉണ്ട്. നമുക്ക് എത്ര ബൈനറി കിട്ടിയിട്ടുണ്ട്, എത്ര റെഫർ ലിങ്കം കിട്ടിയിട്ടുണ്ട്, എന്നൊക്കെയാണ് റെഫർ ലിങ്കം കിട്ടിയിരിക്കുന്നത്, അതുപോലെ ലെവൽ ഇൻകം എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, എത്ര ലെവലായി നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ലെവലിൽ നിന്നും എത്ര ലെവൽ ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ലെവൽ ഇൻകം കിട്ടും. എന്തൊക്കെ അച്ചീവ്മെന്റ് കമ്പനിയിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇന്നറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകളും നമുക്ക് ഇതിൽ കിട്ടും. ഡാഷ്ബോർഡിൽ അതിന്റെ ഒരു സമ്മറി ഉണ്ടായിരിക്കും. ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഗിവൺ പീരീഡിൽ നമുക്ക് റിപ്പോർട്ടുകൾ എടുത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി പേയ്മെന്റ് വീക്ക്ലി പേയ്മെന്റ് ആണ്. ഡെയിലി പേയ്മെന്റ് എന്നുള്ളത് റെഫറൽ ഇൻകം ബൈനറി ഇൻകം ഡെയിലി പേയ്മെന്റ് ആണ്. ഇൻസെന്റീവും ലെവൽ ഇൻകം വീക്ക്ലി പേയ്മെന്റ് ആണ്. അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസിൽ കിട്ടും. ഇത് ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഒരു യൂസർക്ക് അവരുടെ ഫീഡ്ബാക്ക് എൻ്റർ ചെയ്യുന്നതിന് ഫീഡ്ബാക്ക് ബട്ടനുണ്ട്. ഈ ആപ്പിനെ കുറിച്ചോ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ചെയ്യാം. ഈ ഫീഡ്ബാക്ക് കമ്പനിക്ക് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇങ്ങനെ നമുക്ക് 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഒന്ന് ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിനോടൊപ്പം നല്ലൊരു ഒരു പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻകം കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനും ആപ്പ് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ബിസിനസ് ഇൻഫർമേഷൻ സൈറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്നിക്കൽ സൂമിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടെക്നിക്കൽ സൂം അടുത്ത ചൊവ്വാഴ്ച 7 മണിക്ക് എല്ലാ ചൊവ്വാഴ്ച ഉണ്ടായിരിക്കും. ആഴ്ചയിലെ 2-3 ടെക്നിക്കൽ സൂമുകൾ വേണമെന്നുള്ള ഡിമാൻഡ് ഉണ്ട്. അത് മറ്റുള്ളവരായിട്ട് ആലോചിച്ചിട്ട് എന്താ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പൊ ആസ് ഓൺ ഡേറ്റില് നെക്സ്റ്റ് ചൊവ്വാഴ്ച ആയിരിക്കും അടുത്ത ടെക്നിക്കൽ സൂം ഉണ്ടായിരിക്കുക. പ്ലാനിനെ കുറിച്ചിട്ടുള്ള വ്യാഴാഴ്ച പ്ലാനിനെ കുറിച്ചിട്ടുള്ള സൂം ഉണ്ട്. അതുപോലെ ഞായറാഴ്ചയും പ്ലാനിനെ കുറിച്ചിട്ടുള്ള സൂം ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അവരവരുടെ ലീഡേഴ്സ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് ലീഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. Thank you, Mr. Ramachandran, MD of CenturyGate Software Solution Private Limited. Wonderful presentation. വളരെ സന്തോഷകരമായി ഞങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും താങ്കളിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും ഇതൊരു നല്ലൊരു അവസരമാക്കി മാറ്റുവാൻ ഞങ്ങൾ തീർച്ചയായും ഭാവിയിൽ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നതാണ്. ഈ പ്രോഗ്രാം ഞങ്ങളിലേക്ക് എത്തിച്ചു തന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പ്രകാശിച്ചുകൊണ്ട്